അസ്സലാമലൈക്കും വലൈക്കും സലാം. ഞാൻ നിസ്കരിക്കാനുണ്ടോ എന്നൊരു ഡൗട്ടില്ലേ? അതിനിപ്പം നിസ്കരിക്കേണ്ട ടൈമല്ലല്ലോ അല്ലേ? അതെ. ഇപ്പം 11:48 നമ്മളൊരു വീഡിയോ ഇടങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയത്. ഇത് ഞങ്ങളുടെ നിസ്കാര റൂം കണ്ടില്ലല്ലോ ഇതാട്ടോ. ഈ പുരയിൽ എത്ര ആൾക്കാരുണ്ട്, എല്ലാവരും നിസ്കരിക്കലുണ്ടോ എന്നൊക്കെ അറിയുന്നത്. ഇത് ഉമ്മ നിസ്കരിക്കുന്ന സ്ഥലം കേട്ടോ. ഉമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കും ആദ്യം, എന്നിട്ട് ഇതൊക്കെ എടുത്തിടും, എന്നിട്ട് നിസ്കരിക്കാൻ നേരത്തെ ഇവിടുന്ന് എണീച്ചിട്ട് നിസ്കരിക്കും. ഇതാണ് ഉമ്മ നിസ്കരിക്കും. പിന്നെ കസാര ഏതോ അത് നിലത്ത് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. നിസ്കരിക്കുമ്പോൾ മാത്രം നിസ്കരിക്കും, ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയാ ഉമ്മനെ ഇങ്ങനെയാ. ഉമ്മ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയാ. അപ്പോൾ ഓതുകയാണെന്ന് വിചാരിക്കേ, നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒച്ച സൗണ്ട് കിട്ടും. പിന്നെ എങ്ങനെ? ഇതാണ് ഞങ്ങളെ നിസ്കാര റൂം. ഇതാണ് ഞാൻ നിസ്കരിക്കുന്ന സ്ഥലം. ഇത് ഉപ്പച്ചി നിസ്കരിക്കുന്നത്. ഇത് കണ്ണാപ്പീനെ പോലത്തെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നിസ്കരിക്കുന്നത്. ഓക്കെ. സോ ഗൈസ്, വേറൊരു കാര്യം തരാം. സലാമു അലൈക്കും വലൈക്കും സലാം. ഭയങ്കര ദീനി ആയിക്കണല്ലോടാ 2 ദിവസമായിട്ട്. എല്ലാം റമദാന്റെ ഒരു ബർക്കത്തും റഹ്മത്തും മാത്രമാണല്ലേ. സോ ഗൈസ്, ഇന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെ സ്വന്തം പെങ്ങളായ, എവിടെ പോയി ആ പെങ്ങൾ? എൻ്റെ സ്വന്തം പെങ്ങളായ ഭാവി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പെങ്ങളായ ഭാവിൻ്റെ 2ാമത്തെ കുട്ടിയായ ലൂയിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. സോ നമ്മൾ ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല, പകരം ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് സ്പൈഡർമാൻ ആൻഡ്മാൻ എടാ ഉറുമ്പൊക്കെ വലയിടാൻ തുടങ്ങിയോ? അറിയില്ല. ഉറുമ്പ് ഗൈസ്, നിങ്ങൾ എവിടെയെങ്കിലും ഉറുമ്പ് വലയിട്ട് വരുന്നുണ്ടോ എന്നെ കാണൂ. അപ്പം ഇന്ന് ഞങ്ങള് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മേപ്പാടി പോവാണ്, ഭാവിന്റെ വീട്ടില്. സോ നിച്ചുവാവൊക്കെ ഇപ്പൊ സൂപ്പർ അല്ലേ. ഉമ്മ അങ്ങോട്ടേക്കുള്ള എണ്ണക്കടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മൈക്ക് 1 മിനിറ്റ്. പറയൂലേടി. അല്ല, നിങ്ങളുടെ തൊപ്പിട്ട് നിൽക്കണ്ടാളോ? റമളാൻ മാസല്ലേ? ഉമ്മ തലേ തട്ടിട്ടില്ലേ? ഞാൻ തല തട്ടിടല്ലേ? അല്ല അങ്ങനല്ല. പിന്നെ അപ്പൊ ഉമ്മയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? കട്ട്ലേറ്റും പപ്സും മതി. കട്ട്ലേറ്റും പപ്സും. നിച്ചുവാവയാണ് അതിന്റെ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നത്. നിച്ചുവാവയാണ് മേക്കിങ്ങും അല്ല അതന്നെ ബാക്ക്ഗ്രൗണ്ട്. നിച്ചുവാവക്ക് പാട്ടില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കണ്ണാപ്പി കഴിഞ്ഞില്ല കഥ. വള്ളിയൂർക്കാവ് ഉത്സവം തുടങ്ങിയോ? തുടങ്ങി 15-ാം തീയതി. എന്നാ പോണത്? ഞാൻ 23-ാം തീയതി. പിന്നെ എത്രാം തീയതി വരും? 25-ന് വരും. 2 ദിവസം വള്ളിയൂർക്കാവ് ഉത്സവത്തിന് വേണ്ടി പോവാണ്. എന്താ ഉത്സവം തന്നെയല്ലേ? ബർത്ത്ഡേ എത്രാം തീയതിയാ? എന്റെ ബർത്ത്ഡേ എന്നാ നോക്കി. അറിയാലോ, ഇവിടുത്തെ എല്ലാം അന്വേഷിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്താ ഉണ്ടാക്കുന്നത്? പപ്സ്. നമ്മൾ എത്ര മണിക്കാണ് ഇവിടുന്ന് പോണ്? നമ്മൾ 5:30 കൊണ്ടേ. കടി നമ്മളെല്ലാം കൊണ്ടുവന്നേ. കടി നമ്മളാണ് കൊണ്ടുവന്ന്. അതുകൊണ്ട് നമ്മൾ 5:30 പോകണം. സോ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ ലൂയി എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ കനത്ത കാറ്റാണ്. വീണ്ടും മഴ പെയ്യാനുള്ള ചാൻസ് ആണ് തോന്നുന്നത്. ആട് നോക്കി. മൈ ഗോഡ്. ഓക്കെ, സീനാണ് ഗൈസ്. ഈ മരമൊക്കെ വിഗോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ നിൽക്കണേ. ഓക്കെ, ഒന്നും പറയണ്ട, ഇവിടെ വൻ കോമഡിയാണ്. പിന്നെ ഞാൻ നന്ദി പിണ്ടായിട്ട് ഇപ്പോൾ പുരയിലെത്തിയിട്ടുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറിൻ്റെ താക്കോല് ഉപ്പച്ചി എവിടെ വെച്ചിട്ട് ഉപ്പച്ചി പോയി. ഉപ്പച്ചീൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്.
ഉപ്പച്ചി ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ല. ഇവിടെ നിന്നാണ് കടിയൊക്കെ ഉണ്ടാക്കിയത്. നോമ്പ് തുറക്കാനുള്ള ടൈമായി, 6:10 അപ്പോൾ കടി അവിടെ എത്തണം, ഇല്ലേ അവിടുത്തെ നോമ്പ് അടക്കും. അങ്ങനെ പിന്നെ അളിയൻ വന്നിട്ട് പിന്നെ ഭാവീനൊക്കെ കൂട്ടിപ്പോയിക്കണേ. ഇപ്പം ഞാനും കണ്ണാപ്പിയോടെ പെട്ടെടുക്കാണ്. കാറിൻ്റെ താക്കോല് ഞാൻ ഈ ഒരു പുരയിൽ ഇഞ്ഞ് തപ്പാൻ ഒരു ഏരിയ ബാക്കിയില്ല, ഫുള്ള് തപ്പിക്കണേ. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമല്ലോ നോക്കട്ടെ കേട്ടോ ഗൈസ്. എന്നിട്ട് വേണം അവിടെ തല്ലേ നനഞ്ഞ് പിണ്ടേര് വേണം. പുറത്ത് കനത്ത മഴയാണ്, കാണിച്ചുതരാം. ഇവിടെ കണ്ടില്ലേ ഫുള്ള് മഴയാണ്. പിന്നെ കാർ ലോക്കല്ല, കാർ ഓണാണ്. ഡോറൊക്കെ തുറക്കാം, പക്ഷെ താക്കോലില്ല. ഇതാണിപ്പോൾ പ്രശ്നം. ഇപ്പം എന്ത് ചെയ്യുമെന്നറിയാതെ മല്ലയ്യ നിൽക്കുകയാണ് ഗൈസ്. ഇനി ബാങ്ക് കൊടുക്കാൻ 1/2 മണിക്കൂറുള്ളൂ. ഈ മഴ ഇല്ലായിരുന്നെങ്കിൽ ബൈക്ക് എടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. നോക്കട്ടെ ഗൈസ്, സമയം ബാങ്ക് കൊടുത്ത് 6 മണിക്കൂറായി. എവിടെ ആ കുരിപ്പ്? എവിടെ 6 മണിക്കൂർ തപ്പി കണ്ടുപിടിച്ച താക്കോലെ കൊണ്ട് കളഞ്ഞോ? നോമ്പ് തുറക്കാൻ പോകാൻ വേണ്ടിയിട്ട് 6 മണിക്ക് നോക്ക്. 6 ബാങ്ക് കൊടുത്ത് 3 മണിക്ക് തപ്പാൻ തുടങ്ങിയ താക്കോല. ഇപ്പോഴാണ് നിസ്കാര റൂമിൽ നിന്ന് താക്കോല് കിട്ടിയത്. അങ്ങനെ ഭാവി വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. അടുക്കള വാതിൽ അടച്ചോ? അങ്ങനെ താക്കോലിട്ട് ഇവിടെയാണ് പേരും മഴയാണ്. അതിനെക്കൊണ്ടല്ല നമ്മൾ ബൈക്ക് എടുത്ത് നേരത്തെ പോയനെ. അപ്പൊ വേഗം അങ്ങനെ മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങി രണ്ടാളും. മഴയാണ്, പെരുമഴ. ദീനി എവിടെയല്ലേ വിളിച്ചോക്ക്? ബസ് ഓടിക്കല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? കാറ് കിട്ടി ഗൈസ്. ബാക്കി വിശേഷങ്ങൾ എടുക്കാം. ഇറങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. ബസ്സിട്ടാണെങ്കില് ഒരു രക്ഷയില്ല. അതൊന്നും ഞാൻ തുറന്നില്ല. നമ്മള് ഒരു കരക്കുന്നില്ലേ, ഇനി ഒരു കാര്യം ചെയ്യേ, ഒരു കട്ട്ലേറ്റ് ഞാനുണ്ട്, അത് അതായത് പകുതിയോ ഫുള്ളെന്തോ ഉണ്ട് അവിടെ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാഡി വിളിച്ചിട്ട് പറഞ്ഞ് കമ്പളക്കാരെത്തി ഒരു 1/2 മണിക്കൂർ എത്തും, നമുക്ക് ഒരുമിച്ച് പോവാം. മഴയാണ്, ബൈക്കിൽ പോരാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ ഡാഡിനെ കത്തിക്കാണ് അല്ലേ. ഞങ്ങളിവിടെ ഡാഡിക്ക് ഡ്രസ് എടുക്കണം, ഗ്യാരേജിൽ പോയി ഡാഡിനെ പിക്ക് ചെയ്ത് നേരെ എന്ത് ചെയ്യണം, ഭാവിനെ തോന്നും. അപ്പൊ തറാവിന്റെ സമയം. പിന്നെ അവിടുന്ന് പൊലച്ചക്കുള്ള ചോറും നിന്ന് ഇവിടെ വരാം. ഒന്നും പറയണ്ട. സമയം 7:30 വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഉപ്പച്ചി ഇതുവരെ എത്തിയിട്ടില്ല. ഉപ്പച്ചി വന്നിട്ട് വേണം ഭാവിയുടെ അടുത്തേക്ക് പോവാൻ. ഒരു രക്ഷയില്ല. വിശന്നിട്ടാണെങ്കിൽ കൈ ഇവിടെ ഒരേലൊരു സാധനമില്ല, എല്ലാം അവിടെ അല്ലേ. രണ്ടിനൊന്ന് ഫോണിൽ വിളിച്ചു നോക്കട്ടെ. ഒരുത്ത എന്താ അവിടെ സൊല്ലിക്കൊണ്ടിരിക്കണേ. ഡാഡി വന്നല്ലോ പോവാൻ. ഇത് ശരിക്കും പാട്ടാ? കോപ്പിറൈറ്റ് കിട്ടോ? ഡാഡി വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ പോവും. സമയം 7:40. ഇവിടെ നോമ്പ് തുറക്കാൻ വന്നവരൊക്കെ പോയി. ഞങ്ങൾ പ്രാർത്ഥന നോക്കി. സമയം 8:30. ഭാവി കഗർ ഹെ. എന്നാ മുറിച്ചോളി. മുറിക്ക്. ഇതെന്താ ഭാവി? മണ്ണോ? ഓ, JCB മണ്ണ്. JCB മണ്ണിറക്കിയത്. മുറുക്കി മുറുക്കി. Happy birthday to you. Happy birthday to you. Happy birthday. പുതിയ ഡ്രസ്
ആരെ ബുദ്ധിയാ JCB മണ്ണിറക്കണേ ഇതെവിടുന്നാ? എടി ഞങ്ങള് നോമ്പൊന്നുമില്ല. മന്തി പത്തിരി ദോശ ഇറച്ചിക്കറി ചിക്കൻ ബീഫ് കറി ചിക്കൻ പിന്നെ മന്തിക്കുള്ള സാധനങ്ങൾ ഹണി ചിക്കൻ പിന്നെ ജ്യൂസ്. 9 മണി ഇപ്പോഴാണ് ഏറെക്കുറെ ദോശയിൽ തുടങ്ങിയല്ലേ? ദോശ ചെറുപ്പ് ഷുഗറേ ഉള്ളൂ. ആ അത് വയസ്സിരുന്നില്ല. ബാ രാത്രി നോമ്പാ വേറെ രാത്രി ഞാൻ കഴിച്ചിട്ട് കാണാം. ലോയി ടാറ്റ പറയ്.